നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനം ലാൻഡ് ചെയ്തത് ഇന്ധനം കത്തിത്തീരാൻ വെറും 2-3 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ നടക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇൻഡിഗോയിലെ യാത്രക്കാരൻ. ഇൻഡിഗോയിലെ യാത്രക്കാരനായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സതീഷ് കുമാറാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത് പങ്കുവച്ചിരിക്കുന്നത്. അയോധ്യയിൽ നിന്ന് ദില്ലിയിലേക്കുള്ള ഇൻഡിഗോ വിമാനം ഛത്തീസ്ഗഡിലേക്ക് വഴിതിരിച്ചു വിട്ടപ്പോൾ ലാൻഡ് ചെയ്തത് ഇന്ധനം കത്തിത്തീരാൻ വെറും 2-3 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് എന്നാണ് യാത്രക്കാരന്റെ ആരോപണം. ഏപ്രിൽ 13-നായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇൻഡിഗോ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ ലംഘിച്ചിരിക്കാമെന്ന് യാത്രക്കാരും വിരമിച്ച പൈലറ്റും ആരോപിച്ചു. ഇതോടെ സുരക്ഷയുടെ കാര്യത്തിൽ വലിയൊരു ആശങ്ക ഉയർന്നു വരികയാണ്. 6E2702 എന്ന വിമാനം അയോധ്യയിൽ നിന്ന് ഉച്ചകഴിഞ്ഞ് 3:25-നാണ് പുറപ്പെട്ടത്. 4:30-ന് ഡൽഹിയിൽ എത്തേണ്ടതായിരുന്നു. ലാൻഡിങ്ങിന് ഏകദേശം 15 മിനിറ്റ് മുമ്പ് ദില്ലിയിലെ മോശം കാലാവസ്ഥ ലാൻഡിങ്ങിന് തിരിച്ചടിയായി മാറി. നഗരത്തിന്റെ മുകളിലൂടെ പറന്ന് 2 തവണ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അത് വിജയിച്ചില്ല. വിമാനത്തിൽ 45 മിനിറ്റ് പറക്കാനുള്ള ഇന്ധനമുണ്ടെന്ന് പൈലറ്റ് 4:15-ന് യാത്രക്കാരെ അറിയിച്ചു. എന്നാൽ ഈ അറിയിപ്പിന് ശേഷം 75 മിനിറ്റ് കഴിഞ്ഞാണ് വിമാനം 5:30-ഓടെ പൈലറ്റ് ഛത്തീസ്ഗഡിലേക്ക് വഴി തിരിച്ചുവിടുമെന്ന് പ്രഖ്യാപിച്ചത്. അപ്പോഴേക്കും യാത്രക്കാരും ഒരു ക്രൂ സ്റ്റാഫും വളരെ ആശങ്കയിലായി. 45 മിനിറ്റ് പറക്കാനുള്ള ഇന്ധനം മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞ് ഏകദേശം 115 മിനിറ്റിന് ശേഷമാണ് വിമാനം ഛത്തീസ്ഗഡ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. ഇന്ധനം മുഴുവൻ തീരാൻ 1-2 മിനിറ്റ് മാത്രമുള്ളപ്പോഴാണ് ലാൻഡ് ചെയ്തതെന്ന് പിന്നീട് മനസ്സിലായെന്നും യാത്രക്കാരൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. റിട്ടയർഡ് പൈലറ്റ് ശക്തി ലുംബ ഈ സംഭവത്തിൽ ഇൻഡിഗോയുടേത് ഗുരുതരമായ സുരക്ഷാ ലംഘനമാണെന്നും DGCA അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതീവ ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ് യാത്രക്കാരൻ ആരോപിച്ചിരിക്കുന്നത്. വെറും 2-3 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ലാൻഡിംഗ് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ ഒരു സംഭവം തന്നെ, വലിയൊരു വെളിപ്പെടുത്തൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. അതേസമയം വിമാനത്തിൽ ചില യാത്രക്കാരുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ തുടർക്കഥയാകുകയാണ്. മദ്യപിച്ച് ബഹളമുണ്ടാക്കുക, സഹയാത്രക്കാരോടും ക്യാബിൻ ക്രൂവിനോടും മോശമായി പെരുമാറുക, കയ്യിൽ ബോംബുണ്ടെന്ന് പറയുക തുടങ്ങിയവ അവയിൽ ചില സംഭവങ്ങൾ മാത്രമാണ്. ഈയിടയ്ക്കായിരുന്നു അണുബോംബ് ഭീഷണി ഉയർത്തിയത് യാത്രക്കാർ. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അണുബോംബ് ഭീഷണി ഉയർത്തി 2 യാത്രക്കാർ വന്നത്. അവർ 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. രാജ്കോട്ട് സ്വദേശികളായ ജിഗ്നേഷ് മലൻ, കശ്യപ് കുമാർ എന്നിവരായിരുന്നു ഇത്തരത്തിൽ അറസ്റ്റിലായത്. ഏപ്രിൽ 5-നായിരുന്നു സംഭവം. വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനയിൽ യുവാക്കൾ അസ്വസ്ഥരായിരുന്നു. ഇതേ തുടർന്ന് കയ്യിൽ അണുബോംബുണ്ടെന്ന് ഇവർ പറഞ്ഞു. സെക്യൂരിറ്റി സ്ക്രീനിംഗ് നടത്തുന്നതിൽ യുവാക്കൾ തയ്യാറല്ലായിരുന്നു. ബോർഡിങ്ങിന് മുൻപ് സുരക്ഷാ പരിശോധന 1 തവണ നടത്തി. എന്നാൽ വീണ്ടും പരിശോധന നടത്തുന്നത് എന്തിനാണെന്നായിരുന്നു യുവാക്കൾ ഉന്നയിച്ച ചോദ്യം. ഈ വീണ്ടും ഇങ്ങനെ ചെക്കിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള അസ്വാരസ്യങ്ങളാണ് ഞങ്ങളുടെ കയ്യിൽ അണുബോംബുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് യാത്രക്കാരെ എത്തിച്ചത്. എന്തായാലും യാത്രക്കാരുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ ചെറുതല്ല. അതുപോലെ തന്നെ തിരിച്ചും വിമാന കമ്പനികളും യാത്രക്കാർക്കുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ ചെറുതല്ല എന്ന് തെളിയിക്കുന്ന ചില സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.